ഹായ്, നിതാരിയാണേ. ഇന്ന് പക്ഷേ ഡ്രസ്സിൻ്റെ വീഡിയോ അല്ല കേട്ടോ, നമ്മുടെ കൂത്താട്ടോളത്തുള്ള സ്കയോ യോഗ സെൻറ്ററിനെ കുറിച്ച് സംസാരിക്കാനാണേ. ഞാനും രമി ഏകദേശം ഒരു 5 മാസത്തോളമായി യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ് റിലീഫ് ഉണ്ടായിട്ടുണ്ട്. +40 കഴിഞ്ഞ ലേഡീസാണോ നിങ്ങൾ എങ്കിൽ യോഗ ചെയ്യുന്നത് വളരെ ബെറ്ററാണ്. ഹോർമോൺ ബാലൻസ് നിലനിർത്താനും അതുപോലെ സ്ട്രെസ്സ് കുറയണതിനാലും മൂഡ് സ്വിങ്സ് ഉണ്ടാകാതെ ഇരിക്കാനും സാധിക്കും. ഇവിടെ പ്രാണായാമ, ധ്യാനം ഇത് എല്ലാം ചെയ്യുന്നത് മൂലം സ്ട്രെസ്സ് കുറയും, നല്ല ഉറക്കം കിട്ടും. ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 4 മാസത്തോളമായി. ഞങ്ങൾ കുറച്ച് അധികം പേരുണ്ട്. ഞങ്ങൾക്കെല്ലാം അതിൻ്റെ വ്യത്യാസമുണ്ട്. വെയിറ്റ് നല്ലപോലെ ലോസ് ആയിട്ടുണ്ട്, ബോഡി നല്ല ഫ്ലെക്സിബിളായി. ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് രേഖയാണ്. രേഖേനെ നമുക്ക് പരിചയപ്പെടാം. സ്കയോള് പ്രത്യേകിച്ച് നമ്മൾ എനിക്ക് തുടങ്ങാനുള്ള റീസൺ ജസ്റ്റ് ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടാണ്. സോ നമുക്ക് പ്രായമാകുമ്പോൾ വരുന്ന കുറേ ഹെൽത്ത് ഇഷ്യൂസും, പിന്നെ ഒബീസിറ്റി, PCOD, പിന്നെ വെയിറ്റ് ഗെയിൻ, പിന്നെ അതായിട്ടുള്ള ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ. സോ ഇതിൻ്റെ എല്ലാത്തിനും ബേസിക് റീസൺ എന്ന് പറയുകയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ. വെയിറ്റ് ഗെയിൻ ആണ് മെയിൻ റീസൺ. എല്ലാ പെണ്ണുകളും വീട്ടിലിരുന്ന് പോകുന്നതും ആൻസൈറ്റിയും ഡിപ്രഷനും ഇവിടെ കുറച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ഇവിടെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനുള്ള ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ്, ഓക്സിറ്റോസിൻ, അങ്ങനെ ഒരുപാട് നല്ല ഹോർമോൺസ് കഴിയുമ്പോൾ മനസ്സിലൊരു സന്തോഷം വരുന്നുണ്ട്. സോ ദാറ്റ് റിഫ്ലെക്ട്സ് ഇൻ ദ ബോഡി. പിന്നെ അത് മൈൻഡിലും, പിന്നെ അത് വെയിറ്റിലും റിഫ്ലെക്റ്റ് ആകുന്നുണ്ട്. കോമ്പിനേഷൻ യോഗ നമുക്ക് സ്ട്രെച്ചസും, നെർവസ് സിസ്റ്റം റിലാക്സേഷനും, ആൻസൈറ്റി കുറയ്ക്കാനും അങ്ങനെ ഒരു ഇതാണ് ഫ്ലെക്സിബിലിറ്റിയും. ഇതൊക്കെ മെഡിറ്റേഷൻ, പ്രാണായാമം, അങ്ങനെ എല്ലാം നമ്മൾ പഠിച്ചത്. സുംബ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. കാർഡിയോ വർക്കൗട്ട്സ്, അതിന് വരുന്ന ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു സന്തോഷം, ചിരിയും കളിയും ഡാൻസും, അത് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ ഈ മാറി മാറി ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ സ്ട്രെങ്തനിങ് വർക്കൗട്ട്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാണ്ട് മസിൽ സ്ട്രെങ്തനിങ്, അപ്പോൾ അത് ഭയങ്കര ആവശ്യമാണ് പെണ്ണുങ്ങൾക്ക്. അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് വർക്കൗട്ട്സ് ചെയ്യുന്നത്, ഡംബിൾസ് ചെയ്യുന്നത്, പുഷപ്പ് ചെയ്യുന്നത്, കാർഡിയോ ചെയ്യുന്നത്, ഇതെല്ലാം ഫ്രൈഡേ. അപ്പോൾ ഓവറോൾ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒരു വർക്കൗട്ട് കിട്ടും. യോഗ സുംബ, പിന്നെ കാർഡിയോ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് വർക്കൗട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സ്കയോള് അനുസരിച്ച് കിഡ്സ് ബാച്ച് ഉണ്ട്, സീനിയർ സിറ്റിസൺസ് ആൾക്കാർ വരുന്നുണ്ട്, യങ് ആൾക്കാർ വരുന്നുണ്ട്, മിഡിൽ ഏജ് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവരവർക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താ പറ്റുന്നത്, ബിഗിനേഴ്സ് ആകുമ്പോൾ അവർക്ക് എന്താ, അപ്പോൾ അവരവരുടെ ലെവൽ അനുസരിച്ച് വരുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകും. അപ്പോൾ എടുത്ത വഴിക്കെല്ലാം കൊടുക്കാറ്. അപ്പോൾ പടിപ്പടിയായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ ഇസ് ദ ബേസിക്. ഇത് രണ്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഇസ് പോസിബിൾ. താങ്ക് യു. നമ്മുടെ കൂത്താട്ടോളി ഏരിയയിലുള്ളവർക്ക് നിതാരിയുടെ പ്രോഡക്റ്റ് സ്കയോയിൽ വന്നാൽ കാണാവുന്നതാണ്. ഇതിപ്പോൾ സ്കയോ വരുന്നത് മേരുവേലി സ്കൂളിന് ഓപ്പോസിറ്റാണ്. ഇവിടെ ഉള്ളവർക്ക് സ്കയോയിൽ വന്നും ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ നിതാരിയുടെ കുറച്ച് ഫോർമാലിറ്റിയാണ് ഞങ്ങളിപ്പോൾ സ്കയോയിലൂടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നതെല്ലാം തന്നെ ഫോർമാലിറ്റിയാണ്, എല്ലാം ഫ്രീ സൈസാണ്. റേറ്റ് വരുന്നത് 280 സ്കയോയിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. താങ്ക് യു.